നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഈ വർഷത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും. 2025 ജനുവരി 12 വരെയാണ് മേള നടക്കുക. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഷോപ്പിംഗ് മേളയുടെ 30ാമത് സീസണാണ് നാളെ തിരിതെളിയാൻ ഒരുങ്ങുന്നത്. വാർഷിക വ്യാപാരമേള എന്നതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വലിയ ആഘോഷത്തിനായാണ് ദുബായ് അക്ഷരാർത്ഥത്തിൽ തയ്യാറായിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. നാളെ മുതൽ 38 ദിവസം, അതായത് 2025 ജനുവരി 12 വരെ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് മഹാമേളയ്ക്കാണ് തുടക്കമാകാൻ ഒരുങ്ങുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ദുബായ് സന്ദർശിക്കാനും അതോടൊപ്പം തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആസ്വദിക്കാനുമുള്ള മറ്റൊരു അവസരമാണ് ഇത്തരത്തിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പുതിയ സീസണ് തുടക്കമാകുന്നതോടെ സംഭവിക്കുന്നത് എന്ന് സംഘാടകരായിട്ടുള്ള ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽസ് എസ്റ്റാബ്ലിഷ്മെന്റ് അറിയിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1000 ഡ്രോണുകൾ പങ്കെടുക്കുന്ന ഡ്രോൺ പ്രദർശനമാണ്. ദിവസവും 2 തവണയാണ് ഇത്തവണ ഡ്രോൺ പ്രദർശനം ഉണ്ടായിരിക്കുക. ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലും അതോടൊപ്പം തന്നെ JBRലുമായിരിക്കും ഇത്. രാത്രി 8 മണിക്കാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞാൽ രാത്രി 10 മണിക്കും ഡ്രോൺ ഷോ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഗാനമേളകളടക്കം 321ഓളം പരിപാടികൾ യുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലയളവിൽ അരങ്ങേറും. അതോടൊപ്പം ദുബായ് ലൈറ്റ്സ് എക്സിബിഷനും കരിമരുന്ന് പ്രയോഗം ഉൾപ്പെടെയുള്ള വിസ്മയ കാഴ്ചകളും ഈ മേളയുടെ ഭാഗമായി ഈ വരുന്ന 38 ദിവസം, നാളെ മുതലുള്ള 38 ദിവസങ്ങളിൽ നഗരങ്ങളുടെ വിവിധയിടങ്ങളിൽ നടക്കും. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ രാത്രി ദിവസവും 9:15 അതോടൊപ്പം തന്നെ ഹത്തയിൽ വാരാന്ത്യങ്ങളിൽ രാത്രി 8 മണിക്കും സൗജന്യമായി വെടിക്കെട്ട് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ പുതുവർഷ തലേന്ന് നഗരത്തിലെങ്ങും പ്രത്യേക ആഘോഷം ഉണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഗ്ലോബൽ വില്ലേജിൽ ഉൾപ്പെടെ പുതുവർഷ തലേന്ന് മനോഹരമായ പരിപാടികളാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ലോക പ്രശസ്തരായ കലാകാരൻ നടത്തുന്ന കലാവിരുന്ന് ഉൾപ്പെടെ നിരവധി കാഴ്ചകൾക്കും ഈ ഒരു കാലയളവിൽ വേദിയാകും. നിരവധി പ്രത്യേകതകൾ, ഓഫറുകൾ ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളും ഈ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ ഉത്സവ മാമാങ്കത്തിനാണ് ദുബായ് വേദിയാകാൻ ഒരുങ്ങുന്നത്. UAE ദേശീയദിനാവധി ദിവസങ്ങളിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ വൻ വർധന. 80 ലക്ഷത്തിലേറെ പേരാണ് പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തിയത്. മെട്രോ സർവീസിനെയാണ് കൂടുതൽ പേരും ആശ്രയിച്ചതെന്നും കണക്കുകൾ വ്യക്തമാക്കും. അവധി ദിനങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യുന്നതിന് മികച്ച മുന്നൊരുക്കങ്ങളായിരുന്നു ദുബായിൽ സജ്ജീകരിച്ചിരുന്നത്. നവംബർ 30 മുതൽ ഡിസംബർ 3 വരെയുള്ള കണക്കുകൾ പ്രകാരം 80 ലക്ഷത്തിലധികം ആളുകളാണ് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്തത്. ഇതിൽ 30 ലക്ഷത്തിലധികം പേരും മെട്രോ സർവീസുകളെയാണ് യാത്രയ്ക്കായി ആശ്രയിച്ചതെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 22 ലക്ഷത്തിലധികം ആളുകൾ ടാക്സികളെയാണ് ആശ്രയിച്ചത്. 16 ലക്ഷത്തിലധികം ആളുകൾ പബ്ലിക് ബസ്സുകൾ വഴി യാത്ര ചെയ്തതായും RTA വ്യക്തമാക്കി. 1.25 ലക്ഷത്തോളം യാത്രക്കാരാണ് ട്രാമിൽ യാത്ര ചെയ്തത്. അവധി ദിനങ്ങളിൽ പൊതുജനങ്ങളുടെ സൗകര്യം മാനിച്ച ദുബായ് മെട്രോ പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ അധിക സർവീസ് ഉൾപ്പെടെ നടത്തിയിരുന്നു. മൾട്ടി ലെവൽ പാർക്കിങ്ങുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ സൗജന്യവും അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു. 24 ദുബായ്. ബഹ്റൈനിൽ തടവിലുള്ള ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഡിസംബർ 10 മോചിപ്പിക്കും. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത്. എംബസി സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നുള്ള 28 മത്സ്യത്തൊഴിലാളികളാണ് ബഹ്റൈനിൽ തടവിലുള്ളത്. സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ചതിനാണ് ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് ഇവരെ പിടികൂടിയത്. UAE ദേശീയദിനാഘോഷത്തിന്റെ ഭാഗമായി മേക്ക് ഇൻ ദി എമിറേറ്റ്സ് ദേശീയ ക്യാമ്പയിൻ ലുലു സ്റ്റോറുകളിൽ തുടക്കമായി. UAE ഇൻഡസ്ട്രീസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി വകുപ്പുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. UAEയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന സാധ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേക്ക് ഇൻ ദി എമിറേറ്റ്സ് ക്യാമ്പയിന് ലുലു തുടക്കമിട്ടിരിക്കുന്നത്. UAE ഇൻഡസ്ട്രീസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി വകുപ്പുമായി നേരത്തെ ലുലു ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. UAE ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി പ്രത്യേക വിഭാഗം ഉൾപ്പെടെ ലുലു സ്റ്റോറുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. UAEയുടെ പ്രാദേശിക വികസനത്തിനും വ്യവസായ മുന്നേറ്റത്തിനും കരുത്തു പകരുന്നതാണ് മേക്ക് ഇൻ ദി എമിറേറ്റ്സ് ക്യാമ്പയിൻ എന്നും ലുലുവിന്റെ പിന്തുണ പ്രശംസനീയമാണെന്നും UAE ഇൻഡസ്ട്രീസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി വകുപ്പ് അണ്ടർ സെക്രട്ടറി ഒമർ അൽ സുവൈദി പറഞ്ഞു. UAEയുടെ വികസനത്തിന് കൈത്താങ്ങാവുന്ന ക്യാമ്പയിനിൽ ഭാഗമാകുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം പിന്തുണ നൽകുകയാണ് ലക്ഷ്യമിടുന്നതെന്നും ലുലു CEO സെയ്ഫി രൂപാവാല വ്യക്തമാക്കി. മേക്ക് ഇൻ ദി എമിറേറ്റ്സ് ക്യാമ്പയിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സ്പെഷ്യൽ വർക്ക്ഷോപ്പുകളും സംഘടിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. 4ാമത് റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജിദ്ദയിൽ തുടങ്ങി. ബോളിവുഡ് താരം ആമിർ ഖാൻ ആരാധകരുമായി സംവദിച്ചു. ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ എന്നിവർ ഒന്നിക്കുന്ന സിനിമ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആമിർ ഖാൻ പറഞ്ഞു. മേള 10 ദിവസം നീണ്ടുനിൽക്കും. ആരാധകരുമായി സംവദിക്കാൻ ബോളിവുഡ് താരം ആമിർ ഖാൻ എത്തിയതോടെ 4ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചു. കയ്പും മധുരവും നിറഞ്ഞ തന്റെ സിനിമാ ജീവിതം വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആരാധകർക്ക് മുമ്പിൽ ആമിർ ഖാൻ വിശദീകരിച്ചു.
ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ എന്നിവരൊന്നിക്കുന്ന സിനിമ സമീപ ഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. 3 പേരും അതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിനോദത്തിനാണ് തന്റെ സിനിമകൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നും ആമിർ ഖാൻ പറഞ്ഞു. My fundamental responsibility as a creative person is to entertain my audience. I mean, if people are coming to cinema hall, they're coming to have a good time. If they wanted a lesson in sociology or psychology, they would go to a college. You know, they're coming to cinema hall means they want to have a good time. So I'm keenly aware that my primary responsibility is to entertain people. വർഷത്തിൽ ഒരു സിനിമയിൽ കൂടുതൽ അഭിനയിക്കാൻ കഴിയില്ല. എന്നാൽ യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകിക്കൊണ്ട് സിനിമാ നിർമ്മാണം ഉൾപ്പെടെ അടുത്ത 10 വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ആമിർ ഖാൻ പറഞ്ഞു. So whether I'm acting in a film or I'm producing it, you can be sure that it's 100% mine. There's no way that I'm not, fully entrenched in all my films. So this is what I want to do, because I can't act in more than one film a year. I don't even do that actually. But I can certainly produce more, and I can, be of help and support to young writers, directors, actors. കരീന കപൂർ, രൺബീർ കപൂർ എന്നിവരും അടുത്ത ദിവസങ്ങളിൽ ആരാധകരുമായി സംവദിക്കും. ജിദ്ദയിലെ പൈതൃക കേന്ദ്രമായ ഭരതിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ചലച്ചിത്ര ഉത്സവങ്ങളുടെ വിശ്വജാലകം തുറക്കപ്പെടുകയാണ് ഇനി മുതൽ 10 ദിവസങ്ങൾ. ഇന്ന് ഉദ്ഘാടനത്തിന് ശേഷം ഇനി വരാനിരിക്കുന്ന നാളുകൾ ലോക സിനിമയിലെ ഏറ്റവും ക്ലാസിക് സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടാൻ പോകുന്നു. ഡിസംബർ 14 വരെ മേള നീണ്ടു നിൽക്കും. സന്ധ്യാസൂരി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം സന്തോഷ്, റീമ കാക്തി സംവിധാനം ചെയ്ത ഹിന്ദി സിനിമ സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗോൺ, ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ത്രിവർണ ബാനർജി സംവിധാനം ചെയ്ത നെയിൽ തുടങ്ങിയവ പ്രദർശനത്തിനുണ്ട്. സ്പൈക്ക് ലീയുടെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് ചിത്രങ്ങൾ വിലയിരുത്തുക. മേളയോടനുബന്ധിച്ചൊരുക്കിയ റെഡ് സീ സൂക്കിൽ 32 രാജ്യങ്ങളിൽ നിന്നുള്ള 142 പ്രദർശകരുണ്ട്. ബോളിവുഡ് സിനിമകളും താരങ്ങളും സൗദിയിൽ നടക്കുന്ന എല്ലാ ചലച്ചിത്രോത്സവങ്ങളുടെയും അവിഭാജ്യ ഘടകമായി മാറുകയാണ്. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 120ഓളം സിനിമകളാണ് ഇത്തവണ മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ജിദ്ദയിലെ റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. കുടിവെള്ളത്തിലെ മാലിന്യമാണ് കേരളത്തിൽ വൃക്കരോഗികൾ കൂടാനുള്ള കാരണങ്ങളിൽ പ്രധാനമെന്ന് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജി. വീടുകളിലെ കിണർ വെള്ളം പരിശോധിക്കാൻ ഡയാലിസിസ് സെന്ററിന്റെ മൊബൈൽ ലബോറട്ടറി സംവിധാനം പ്രയോജനപ്പെടുത്താം. ഓട്ടിസം ബാധിച്ചവരെയും കിടപ്പിലായവരെയും മറ്റും പരിചരിക്കാൻ സ്റ്റെപ്സ് എന്ന പുതിയ പദ്ധതി ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിൽ കിഡ്നി രോഗികളുടെ എണ്ണം കൂടാനുള്ള പ്രധാന കാരണം ശുദ്ധജലത്തിന്റെ അഭാവമാണെന്ന് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജി പറഞ്ഞു. വീടുകളിൽ കിണറ്റിലെ വെള്ളം പരിശോധിച്ച് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമുള്ളവർക്ക് വീടുകളിലെത്തി പരിശോധന നടത്താനായി വാട്ടർ അനാലിസിസ് മൊബൈൽ ലാബ് പ്രവർത്തിച്ചു വരുന്നതായും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. കർണാടകയിൽ ഞങ്ങൾ ഈ മൊബൈൽ വൃക്കരോഗ നിർണയ ക്യാമ്പിന് പോയി. 3000ഓളം ആളുകളെ 10 ക്യാമ്പിലായി ടെസ്റ്റ് ചെയ്തപ്പോൾ ആകെ കിട്ടിയ രോഗികൾ 2 പേരേ ഉള്ളൂ. എന്നാൽ കേരളത്തിൽ ഞങ്ങൾ ഒരു ക്യാമ്പിൽ നിന്ന് 21 രോഗികൾ വരെ കിട്ടിയ സ്ഥലമുണ്ട്. വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗത്തിനും മറ്റ് കരൾ രോഗം മറ്റുള്ള രോഗങ്ങളിലൊക്കെ ഒരു പ്രധാനമായ വില്ലൻ നമ്മൾ കുടിക്കുന്ന കുടിവെള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു മൊബൈൽ ലാബ് ഞങ്ങൾ കൊണ്ടുവന്നത്. TDS, pH, കളർ തുടങ്ങിയ 5 ഐറ്റംസാണ് ഞങ്ങളിപ്പം മൊബൈൽ ലാബിലൂടെ ഞങ്ങൾ പരിശോധിച്ച് കൊടുക്കുന്നത്. ആവശ്യം വന്നാൽ ഞങ്ങൾ ആളെയും അയച്ചു കൊടുക്കും. അങ്ങനെ വന്നിട്ട് കിണർ ശുദ്ധീകരിക്കേണ്ടുന്ന ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യും. ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുക, കിടപ്പിലായവരെ പരിചരിക്കുക, അഗതികളെ ഏറ്റെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്റ്റെപ്സ് എന്ന പേരിൽ 40 ബെഡ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 43 മെഷീനുകളിലായി 258 പേർക്ക് ഇപ്പോൾ ഡയാലിസിസ് നൽകി വരുന്നു. 1,70,000-ഓളം ഡയാലിസിസുകൾ ഇതുവരെ സൗജന്യമായി നൽകി. 3 വർഷത്തിനിടെ 470-ലേറെ വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. 90,000-ഓളം പേരെ പരിശോധിച്ചപ്പോൾ 2,500-ഓളം രോഗികളെ കണ്ടെത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു. ഹസൻ സിദ്ദീഖ് ബാബു, ലത്തീഫ് ചീക്കോട്, നൌഷാദ് വാഴയൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. ദമാമിലെ തിരുവനന്തപുരം നിവാസികളുടെ ക്രിക്കറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് സീസൺ 4 ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തും. വെള്ളിയാഴ്ച ദമാം ഗൂക്ക ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖരായ 16 ടീമുകൾ പങ്കെടുക്കും. ദമാം റോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകൻ നജീം ബഷീർ ജമീൽ ഹമീദ്, മാധ്യമപ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ, KM സലീം ഷാഹുദ്ദീൻ എന്നിവർ ജേതാക്കൾക്കുള്ള ട്രോഫി അവതരിപ്പിച്ചു. പ്രസിഡന്റ് അജീബ് റഫീഖ് യൂസഫ്
സെക്രട്ടറി സനു, ഷിബിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലെ സാംസ്കാരിക സംഘടനയായ കലയുടെ നേതൃത്വത്തിൽ നിറം 2024 എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കും. കുവൈറ്റ് ശിശുദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സ്കൂൾ കുട്ടികൾക്കായി അമേരിക്കൻ ടൂറിസ്റ്ററുമായി സഹകരിച്ചാണ് മത്സരം. ഡിസംബർ 6 ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് പരിപാടി ആരംഭിക്കും. 2005 മുതൽ കലയുടെ നേതൃത്വത്തിൽ മത്സരം നടത്തുന്നുണ്ട്. ഡ്രോയിങ്ങിലും പെയിന്റിംഗിലുമായി 14,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 1ാം സമ്മാനം നേടുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. 2ഉം 3ഉം സമ്മാനങ്ങൾക്ക് പുറമെ 75 പേർക്ക് മെറിറ്റ് പ്രൈസും 10% പേർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. അടുത്ത വർഷത്തെ കോഴ്സിന് ചേരുന്നവർക്ക് ഈ വർഷത്തെ മുഴുവൻ ഫീസും സൗജന്യമാക്കി UAE-യിലെ പ്രമുഖ കോച്ചിംഗ് സെന്റർ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനാണ് വിദ്യാർത്ഥികൾക്കായി ഫീസ് ഇളവ് പ്രഖ്യാപിച്ചത്. അടുത്ത വർഷത്തെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, CBSE കോച്ചിംഗ് ബാച്ചിലേക്ക് ചേരാനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ബാക്കിയുള്ള മാസങ്ങളിലെ ഫീസ് അടയ്ക്കാതെ ക്ലാസ്സിലിരിക്കാനും പഠിക്കാനുമുള്ള വ്യത്യസ്തമായ അവസരമാണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ നൽകുന്നത്. മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ അധികൃതർ അറിയിച്ചു. തങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ നിലവാരം സൗജന്യമായി അറിയാനും ഇതുവഴി മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇപ്പം യുണീക്ക് ഒരു സുവർണാവസരം UAE-യിലെ പാരൻസിന് നൽകാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസത്തെ ഫ്രീ ക്ലാസ് ആണ് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ അൽ കറാമ, അൽ നഹദ, ഹംദാൻ, മുസഫ ഈ 4 ക്യാമ്പസുകളിൽ വെച്ച് കുട്ടികൾക്ക് ഞങ്ങൾ നൽകാൻ പോകുന്നത്. സോ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രീ ക്ലാസ് ഇപ്പോൾ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ യുണീക്കിൻ്റെ ക്വാളിറ്റി, ടീച്ചേഴ്സിനെ കുറിച്ച്, ഇൻഫ്രാ ഫെസിലിറ്റീസ് ഇതെല്ലാം മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കി പാരൻസ് ഹാപ്പി ആണെങ്കിൽ മാത്രം അടുത്ത വർഷത്തേക്ക് അവർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. നിലവിൽ UAE-യിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിലേതുൾപ്പെടെ പ്രമുഖ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് സർക്കാർ ഫീസിൽ പഠനം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ കോഴ്സുകളിൽ ചേർന്നവരിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് എന്നത് തങ്ങൾക്ക് വലിയ അഭിമാനം പകരുന്നതായും അധികൃതർ അറിയിച്ചു. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് മെഡിസിനാണ്. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതേപോലെ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ നമ്മൾ ഇന്ത്യയിലെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇന്ത്യയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ ലീഡിംഗ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒക്കെ യൂണിവേഴ്സിറ്റികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പാരൻസിനെ സംബന്ധിച്ചും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം അതുപോലത്തെ മികച്ച അധ്യാപകരും മികച്ച സംവിധാനങ്ങളും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ ദുബായ് റീജിയനിലാണെങ്കിൽ ദുബായ് ബ്രാഞ്ചുകളിലും അബുദാബി ബ്രാഞ്ചുകളിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 24 ദുബായ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം UDF-നെതിരെ പ്രവർത്തിച്ചതിന് തെളിവുണ്ടെന്ന് സമസ്ത ലീഗ് അനുകൂല വിഭാഗം. ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് മാറ്റാതെ സമവായത്തിനില്ല എന്ന് സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ PA ജബ്ബാർ ഹാജി പറഞ്ഞു. സുപ്രഭാതം പത്രത്തിലെ പരസ്യവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് എടുത്ത നടപടി അംഗീകരിക്കാനാകില്ല എന്നും PA ജബ്ബാർ ഹാജി ജിദ്ദയിൽ പറഞ്ഞു. സമസ്തയെ ഹൈജാക്ക് ചെയ്യാനാണ് ഉമർ ഫൈസിയും ഹമീദ് ഫൈസിയും ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം ശ്രമിക്കുന്നതെന്നും ഇതിന് അനുവദിക്കില്ലെന്നും PA ജബ്ബാർ ഹാജി പറഞ്ഞു. സമസ്തയിലെ ലീഗ് അനുകൂലികൾ സമീപകാലത്ത് രൂപീകരിച്ച സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ വർക്കിംഗ് ചെയർമാനാണ് ജബ്ബാർ ഹാജി. സുപ്രഭാതം പത്രത്തിൽ വന്ന വിവാദ പരസ്യവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് എടുത്ത നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഉത്തരവാദപ്പെട്ട ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. സുപ്രഭാതത്തിൽ നടപടി എടുത്തത് ആരെയാണ്? ഏതോ ഒരു ലേഖകന എന്താണ് അവർക്ക് മാനേജ്മെന്റ് അറിയാതെയോ? ഇതിൽ വ്യക്തമായി അതിൽ പങ്കുവഹിച്ച ആളുകളുണ്ട്. ആ സുപ്രഭാതത്തിന്റെ പ്രധാനമായ സ്ഥാനത്ത് അവർ മാറ്റണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഈ വിഭാഗം UDF-നെതിരെ പ്രവർത്തിച്ചു. ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കാതെ ഇനിയൊരു സമവായത്തിനില്ലെന്നും ജബ്ബാർ ഹാജി പറഞ്ഞു. ഉമർ ഫൈസി വ്യക്തമായി പാണക്കാട്ട് തങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണം. വൈദഗ്ധ്യെങ്കിലും ബലത്തിലാരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഖാദിയാവണം എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇതിന് പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന ഖാദിയാവാൻ പറ്റൂല എന്ന് ഉമർ ഫൈസി പരസ്യമായി പറഞ്ഞു. അങ്ങനത്തെ ആളെങ്ങനെ സമസ്ത മുഷാവറയിരിക്കാൻ പറ്റുക? കാര്യങ്ങൾ വിശദീകരിക്കാൻ എല്ലാ ജില്ലകളിലും ആദർശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിശദീകരണ സമ്മേളനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ.
കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടി-കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിൽ. ടി-കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം 2007 കരാറിന് വിരുദ്ധമാണെന്ന് രേഖകൾ പറയുന്നു. കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടി-കോം കമ്പനിയിൽ നിന്നാണ്. ഭൂമി തിരിച്ചെടുക്കുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. 2007 കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ടി-കോമും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ ഇന്നലെ തീരുമാനമെടുത്തത്. കരാറിലെ 722 ക്ലോസ് പ്രകാരം ഉടമ്പടി പ്രകാരമുള്ള കെട്ടിട നിർമ്മാണത്തിലും തൊഴിലവസര സൃഷ്ടിയിലും വീഴ്ച വരുത്തിയാൽ ടി-കോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന് പറയുന്നുണ്ട്. കരാറിൽ കൃത്യമായ വ്യവസ്ഥയുള്ളപ്പോഴാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടി-കോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഭൂമി തിരിച്ചുപിടിക്കുന്നതിലും നഷ്ടപരിഹാരം നൽകുന്നതിലും അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടി-കോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കമാണ് ഇതിന്റെ പുറകിൽ. ഭൂമി കച്ചവടമാണ്. സർക്കാരും ടി-കോമും തമ്മിലുള്ള പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി പദ്ധതിയിൽ ഒരു പുരോഗതിയുമില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ടി-കോം കുറെ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളത്. പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭയാണ് തീരുമാനം കൈക്കൊണ്ടതെങ്കിലും തീരുമാനങ്ങൾ സുതാര്യതയില്ലെന്നതാണ് സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കണ്ണൂർ എ.ഡി.എമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് പറയുമ്പോഴും സിബിഐ അന്വേഷണ ആവശ്യത്തിൽ സിപിഐഎമ്മിനും സർക്കാരിനും നിലപാട് വേറെ. കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന നിലപാട് സംസ്ഥാന സർക്കാർ നാളെ ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ ആശങ്കകൾ പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മനസ്സിൽ തിളച്ചു വരുന്ന അവരുടെ പ്രയാസം എല്ലാവർക്കും മനസ്സിലാകുന്നേ ഉള്ളൂ. അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണം. അതിന് ഏതാണോ ഏജൻസി നല്ലത് എന്ന് തീരുമാനിക്കേണ്ടതുള്ളൂ. അവരുന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എ.ഡി.എമ്മിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന് വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരുന്നു. സിബിഐ അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നു. 24 കൊച്ചി. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഹിന്ദു വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും വേർതിരിക്കാനാണ് ശ്രമം നടന്നത്. ഇവരുടെയൊക്കെ തലയ്ക്കെന്താണ് സംഭവിച്ചതെന്നും എം.വി. ഗോവിന്ദൻ പരിഹസിച്ചു. IAS തന്നെയാണ് തരക്കേടില്ല. IAS എന്താ പണി? ഹിന്ദു IASനെ വേർതിരിക്കുക. അങ്ങനെ വേർതിരിച്ചാൽ കുറച്ച് അബദ്ധമാണെന്ന് മനസ്സിലാക്കി ആ ചങ്ങാതി തന്നെ പറഞ്ഞു ഇനി മുസ്ലിം വിഭാഗത്തെയും വേർതിരിക്കുക. ഒരേ ആളെന്നെ. ഇവൻ്റെ എല്ലാം തലയിൽ എന്താ പറ്റിപ്പോയതെന്നാണ് പത്രത്തിൽ എഴുതിക്കോ. എന്താ തലക്ക് പറ്റിപ്പോയത് എന്നുള്ളത് സാധാരണ ചോദ്യമല്ലേ, മനുഷ്യൻ്റെ ചോദ്യമല്ലേ. എന്തു പറ്റി? ഒരാളെന്നെ ആദ്യം ഹിന്ദുവാക്കുക, പിടിക്കപ്പെട്ടപ്പോൾ മുസ്ലിമുമാക്കുക. അപ്പോൾ ഞാൻ രണ്ടിനും കാണുന്നതാണ്. ആ രീതിയിലല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതിപ്പോൾ കേസായിരിക്കുകയാണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ-3 വിക്ഷേപണം ISRO വിജയകരമായി പൂർത്തിയാക്കി. വൈകിട്ട് 4:04 ഇരട്ട പേടകങ്ങളുമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-59 കുതിച്ചത്. സൂര്യന്റെ കൊറോണയെക്കുറിച്ചുള്ള പ്രാഥമിക പഠനമാണ് ദൗത്യം ലക്ഷ്യമിടുന്നത്. 3, 2, 1, 0. ISROയ്ക്ക് ഇത് ചരിത്ര നിമിഷം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഇരട്ട പേടകങ്ങളുമായി പറന്നത് ഇന്ത്യയുടെ കരുത്തനായ PSLV C-59. ടേക്ക് ഓഫിന് 18 മിനിറ്റിനു ശേഷം ഇരു പേടകങ്ങളും കൃത്യമായി ഭ്രമണപഥത്തിൽ. പ്രോബ സൗരദൗത്യത്തിന്റെ പങ്ക് വിജയകരമായി പൂർത്തീകരിച്ച് ISRO. This is a mission which is looking at the heliophysics, and we have strong science group within the country who have working collaboration with the scientists in ESA, who is have an interest in this mission. And all of you know that we have a solar mission Aditya L1 which is working along with this satellite, and will give
fantastic science outcome in the days to come. കൊറോണോഗ്രാഫ്, ഒക്യുൾട്ടർ എന്നീ 2 ഉപഗ്രഹങ്ങളാണ് PSLV C-59 പ്രോബ 3 മിഷന്റെ ഭാഗമായി ഭ്രമണപഥത്തിലെത്തിച്ചത്. സൂര്യന്റെ ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ പാളിയെക്കുറിച്ച് ഉപഗ്രഹങ്ങൾ പഠിക്കും. ബഹിരാകാശത്ത് കൃത്യമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് പഠനം. 145 മീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളും സഞ്ചരിച്ചാണ് ഇത് സാധ്യമാക്കുക. 550 ഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടതിനാലാണ് ISRO വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസി സമീപിച്ചത്. പേടകത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഇന്നലെ നടക്കേണ്ട വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിയത്. 24 ചെന്നൈ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. മുംബൈയിൽ നടന്ന ചടങ്ങിൽ ഉപമുഖ്യമന്ത്രിമാരായി അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും സത്യവാചകം ചൊല്ലി. देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल अशी कोणतीही बाब. 2 ആഴ്ചയോളം നീണ്ട കാത്തിരിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ ഫട്നാവിസിന് ഇത് 3-ാം ഊഴം. പിന്നാലെ ഉപമുഖ്യമന്ത്രിമാർ 2 പേരും സത്യവാചകം ചൊല്ലി. मी एकनाथ गंगूबाई संभाजी शिंदे ईश्वर साक्ष शपथ घेतो की महाराष्ट्र राज्याचा उपमुख्यमंत्री म्हणून माझ्या विचारार्थ आणली जाईल किंवा मला ज्ञात होईल. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ അടക്കം BJPയുടെ നേതൃനിര ഒന്നടങ്കം ചടങ്ങിനെത്തി. NDA അധികാരത്തിലുള്ള 10-ലേറെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആസാദ് മൈതാനിയിലെ വേദിയിലുണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ അടക്കം ബോളിവുഡ് താരങ്ങളും സച്ചിൻ ടെണ്ടുൽക്കറും ചടങ്ങിനെത്തി. വ്യവസായ ലോകത്ത് നിന്ന് മുകേഷ് അംബാനി അടക്കമുള്ളവരും VVIPകളുടെ നീണ്ട നിരയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും അടക്കം വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ആഭ്യന്തര വകുപ്പിൽ തർക്കമുണ്ടെങ്കിലും ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ കിട്ടിയേക്കും. 43-അംഗ മന്ത്രിസഭയിൽ എത്ര മന്ത്രിസ്ഥാനം ഓരോ പാർട്ടിക്കുമെന്ന കാര്യത്തിലടക്കം പ്രഖ്യാപനം കാക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ തർക്കം മന്ത്രിസഭാ വിപുലീകരണ കാര്യത്തിൽ ഉണ്ടാവാതെ നോക്കേണ്ടത് ദേവേന്ദ്ര ഫട്നാവിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യ കടമ്പയാണ്. മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാവുന്ന സംശയങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനവും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഫോക്കസ് പൂർണ്ണമാകുന്നു.